ഹായ് എവരി വൺ. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു കൺസേൺ ഇങ്ങനെയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ പല ചാപ്റ്റേഴ്സുള്ള ചോദ്യങ്ങൾ വരും. പക്ഷെ ഒരു ചോദ്യം കാണുമ്പോൾ അത് ഇന്ന ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ മനസ്സിലായാൽ മാത്രമേ നമുക്കിത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആ ചോദ്യം ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററാണ്, അത് ഹാലോ ആൽക്കൻ ഹാലോ അരിൻസ് ഉള്ള ചാപ്റ്ററിൽ നിന്നാണ് എന്ന് മനസ്സിലായാൽ പിന്നെ അത് എളുപ്പമാണ്. പക്ഷേ തന്നിരിക്കുന്ന ചോദ്യം ഈ പെർട്ടിക്കുലർ ചാപ്റ്റർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആവുക ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? സോ ഏറ്റവും ഈസി ആയിട്ടൊരു മെത്തേഡ് എന്ന് പറയുന്നത് പല ചാപ്റ്റേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് സീരീസ് റിയാക്ഷൻസ് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു മോഡലിലാണ് നമ്മൾ A to Z സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ മോഡൽ ആദ്യത്തെ പാർട്ട് 1 നമുക്കിവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കാം, ഈ തന്നിരിക്കുന്ന A to Z ഓരോ ABCD കമ്പോണൻറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. നമുക്ക് സ്ക്രീൻ പോസ് ചെയ്യാം, സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും എല്ലാം കിട്ടിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ മുഴുവൻ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? എന്തായാലും നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം വൺ ബൈ വൺ. സോ നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് അലുമിനിയം കാർബൈഡ് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യാണ്. സോ യു ഗെറ്റ് എ ഹിയർ. അലുമിനിയം കാർബൈഡിനെ ഹൈഡ്രലൈസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? യു ഗെറ്റ് മീതെയിൻ ഹിയർ. സോ എ എന്ന് പറയുന്നത് ഇവിടെ മീതെയിൻ ആയിരിക്കും. ഇനി നമുക്ക് നോക്കിക്കേ, ഇടത്തേക്ക് പോവാം, താഴേക്ക് പോവാം, വലത്തേക്ക് പോവാം. യു ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അല്ലേ? നമുക്ക് തൽക്കാലത്തേക്ക് W എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ മീതെയിനെ ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു വിത്ത് മോളിബ്ഡീനം ഓക്സൈഡ് ആസ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുക W എന്ന് പറയുന്നത് HCHO ഫോർമാൽഡിഹൈഡ് ആയിരിക്കും. ഈ റിയാക്ഷൻ ഹൈഡ്രോ കാർബൺ എന്നുള്ള ചാപ്റ്ററിൽ ഓക്സിഡേഷൻ ഓഫ് ആൽക്കൈൻ എന്നുള്ള ടോപ്പിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മീതെയിനെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? ദ B കമ്പോണൻറ്റ്. B ഇവിടെ ഉണ്ടാവുക കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സറാണ്. നമ്മളിതിനെ വിളിക്കുക സിൻ ഗ്യാസ് എന്നാണ് വിളിക്കുക. സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്. ഇനി നമുക്ക് വലത്തേക്ക് നമ്മുടെ മെയിൻ ചെയിനിലേക്ക് പോവാം. മീതെയിനെ നമ്മൾ ക്ലോറിൻ 1 ഇക്വലൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. സോ ഇത് ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ തന്നെയാണ്. സോ C എന്ന് പറയുന്ന കമ്പോണൻ്റ് ഇവിടെ CS3Cl ആയിരിക്കും, ക്ലോറോമീതെയിൻ. സോ നമ്മൾ 1 ഇക്വലൻ്റ് ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഒറ്റ ക്ലോറിൻ മോണോ ക്ലോറിനേഷൻ മാത്രമാണ് നടക്കുന്നത്, അതാണ് എൻ്റെ മീനിങ്. സോ നൗ വി ആർ ട്രീറ്റിംഗ് വിത്ത് സോഡിയം ആൻഡ് ഈതർ. ഈ റിയാക്ഷൻ അറിയാത്തവരെ ആരും ഉണ്ടാവില്ല. ദിസ് ഇസ് നത്തിങ് ബട്ട് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഡി പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഡി പ്രൊഡക്റ്റ് വിൽ ബി CS3 ദാറ്റ് ഈസ് ഈതെയിൻ. നോക്കുക, ഈതെയിനെ നമ്മൾ മാംഗനീസ് അസറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. സോ മാംഗനീസ് അസറ്റേറ്റ് ഒരു കാറ്റലിസ്റ്റ് ആണ്. ഈ റിയാക്ഷനും ആൽക്കെയിൻസിൻ്റെ ഓക്സിഡേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ചാപ്റ്റർ ഹൈഡ്രോ കാർബണിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് E എന്നുള്ള കമ്പോണൻ്റ് ആയിട്ട് കിട്ടുക. ഈ പ്രൊഡക്റ്റ് വിൽ ബി CS3COOH അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ NaOH ആയിട്ട് ഇലക്ട്രോലൈസ് ചെയ്യാണ്. ഇതെന്താണ് റിയാക്ഷൻ? കോൾബ്സ് ഇലക്ട്രോളിസ് ആണ്. സോ ഹിയർ ദ F പ്രൊഡക്റ്റ് വിൽ ബി CS3. യു ഗെറ്റ് ഈതെയിൻ. നോക്കുക, നമുക്ക് ഡിയിൽ നിന്ന് ജിയിലേക്ക് പോയി നോക്കാം. ഡി എന്ന് പറയുന്നത് ഈതെയിൻ ആണ്. സോ ഈതെയിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് 1 ഇക്വലൻ്റ് ട്രീറ്റ് ചെയ്യുന്നു. സോ എന്തായിരിക്കും ജി പ്രൊഡക്റ്റ്? ജി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ക്ലോറോ ഈതെയിൻ CS3CH2Cl. ചില റിയാക്ഷൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. കാരണം അങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് ഈ എൻറ്റയർ സീരീസ് ചെയ്യാൻ പറ്റില്ല ടു മേക്ക് കണക്ഷൻസ്. നോക്കുക, ജി എന്നുള്ള കമ്പോണൻറ്റ് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് CS3CH2Cl. CS3CH2Clനെ KC-നായിട്ട് ട്രീറ്റ് ചെയ്താൽ H കിട്ടും നമുക്കറിയാം. എന്തായിരിക്കും H? ദാറ്റ് വിൽ ബി CS3CH2Cl. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജിയിൽ നിന്ന് ഐയിലേക്ക് പോയി നോക്കാം. ഹാലോ ആൽക്കെയിനെ ആൽക്കഹോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? യു ഗെറ്റ് ആൽക്കീൻ. സോ ഐ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ ആയിരിക്കും. എത്തീനെ നമ്മൾ ആദ്യമേ B2H6 ഡൈബൊറൈൻ ആയിട്ടും പിന്നീട് ഹൈഡ്രജൻ പെറോക്സൈഡിന് ആൽക്കലൈൻ മീഡിയം ട്രീറ്റ് ചെയ്യുന്നു. ഏതായി റിയാക്ഷൻ? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. സോ ജെ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി CS3CH2COH. നമുക്ക് എത്തനോൾ കിട്ടും. എത്തനോൾ ആയിരിക്കും നമ്മുടെ ജെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ റിയാക്ഷൻ ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ പ്രകാരമാണ് നടക്കുക. പക്ഷേ നോക്കുക, ഈ തന്നിരിക്കുന്ന ആൽക്കീൻ ഒരു സിമെട്രിക് ആൽക്കീനാണ്. അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോ എന്നുള്ള ടേം ഇവിടെ റെലവൻ്റ് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം നമുക്കറിയാം നമ്മൾ തയോനിയൽ ക്ലോറൈഡ് SOCl2 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ OH ഗ്രൂപ്പ് മാറി അവിടെ ആര് വരും? ക്ലോറിൻ വരും. സോ ഹിയർ CS3CH2Cl ആണ് നമുക്ക് കിട്ടുക. ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ ഈ റിയാക്ഷനെ പഠിക്കാറുണ്ട് അല്ലേ? ഇനി നോക്കുക, ഹാലോ ആൽക്കൈൻ ആയിട്ടുള്ള K, അതായത് ക്ലോറോ ഈതെയിനെ നമ്മൾ സോഡിയം അസറ്റലൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് T കിട്ടുക. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ വലിയ നെഗറ്റീവ് അയോൺ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുകയും
ക്ലോറിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. സോ യു ഗെറ്റ് CH3CH2 C ട്രിപ്പിൾ ബോണ്ട് CH. നോക്കുക, ഈ ന്യൂക്ലിയോഫൈൽ ക്ലോറിനെ റീപ്ലേസ് ചെയ്യുന്നു. സോ നമുക്കിവിടെ കിട്ടുക ഒരു വലിയ ആൽക്കൈനാണ് But1 ഈ റിയാക്ഷൻ നമ്മൾ 2 തവണ പഠിക്കാറുണ്ട്. ഒന്ന് വലിയ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കാറുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ബിഗർ ആൽക്കൈൻ, ടോപ്പിക് ഹൈഡ്രോ കാർബൺ. അതുപോലെ തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഹാലോ ആൽക്കൈനിൽ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടി കിട്ടി. ഇനി നമ്മൾ പലേഡിയം വിത്ത് ബേരിയം സൾഫേറ്റ് പോയിസൺ നമ്മൾ ഹൈഡ്രജനുമായിട്ട് ആഡ് ചെയ്യുന്നു, കാറ്റലിറ്റിക് ഹൈഡ്രജനേഷൻ വിത്ത് പോയിസൺ. അപ്പോൾ ആൽക്കൈൻ എന്താവും? ആൽക്കൈൻ വിൽ ബി കൺവേർട്ടഡ് ടു ആൽക്കീൻ. ആൽക്കെയിൻ ആവില്ല, കാരണം പോയിസൺ ഉണ്ട് പലേഡിയത്തിൻ്റെ കൂടെ. സോ യു എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇറ്റ് വിൽ ബി ആൻ ആൽക്കീൻ, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഈ യു എന്ന് പറയുന്ന കമ്പൗണ്ട് നമ്മൾ ഓസോണോളിസ് ചെയ്യാണ്. ഓസോണോളിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 പ്രൊഡക്റ്റാണ് കിട്ടുക. ഓസോണോളിസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഓസോണോളിസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഓസോണോളിസ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡബിൾ ബോണ്ടിനെ കട്ട് ചെയ്യുക, അപ്പുറം ഇപ്പുറം ഓരോ ഓക്സിജൻ ആഡ് ചെയ്യുക, യു ഗെറ്റ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. ഇവിടെ നമുക്ക് 2 പ്രൊഡക്റ്റാണ് കിട്ടുക. ആ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് HCHO ആണ്. ഇതേ ഫോർമാൽഡിഹൈഡ് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയ W. ഓക്കെ, ഡയറക്ടർ ബ്രില്യൻസ്. ഇനി നമുക്ക് വി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആരായിരിക്കും? ദ വി പ്രൊഡക്റ്റ് വിൽ ബി CH3 CH2 CHO. പ്രൊപ്പനാൽ. പ്രൊപ്പനാളിനെ നമ്മൾ സിങ്കമാൽഗം HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് കിട്ടും. ഈ റിയാക്ഷൻ നമുക്കറിയാം, ദിസ് ഇസ് നത്തിങ് ബട്ട് ക്ലെമൻസൺ റിഡക്ഷൻ. സോ എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് CH3 CH2 CH3 ഹൈഡ്രോ കാർബൺ ലെവലിലേക്കായിരിക്കും ക്ലെമൻസൺ റിഡക്ഷനിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുക. സോ യു ഗെറ്റ് പ്രൊപ്പെയിൻ ഹിയർ. ഇനി നമുക്ക് ഒരു ചെയ്യാത്ത ചെയിനിലേക്ക് ഒന്ന് പോയി നോക്കാം, ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. നോക്കുക, CH3 CH2 Cl അൺഹൈഡ്രസ് AlCl3ൻ്റെ പ്രസൻസിൽ ബെൻസീനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഇത് ഫ്രെഡൽക്രാഫ്റ്റ് ആൽക്കിലേഷൻ ആണ്. സോ ഈത്തൈൽ ബെൻസീൻ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ L എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ L പ്രൊഡക്റ്റ് നമ്മൾ KMNO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ അസിഡിക് മീഡിയം. സോ നമുക്കിവിടെ കിട്ടുക ബെൻസോയിക് ആസിഡ് ആയിരിക്കും. ശ്രദ്ധിക്കുക, സൈഡ് ചെയിൻ്റെ ലെങ്ത് എന്തായാലും, അത് പ്രൈമറി ആണ് സെക്കൻഡറി ആവട്ടെ എന്തും ആയിക്കോട്ടെ, ബെൻസീൻ റിങ്ങും ഒരു സൈഡ് ചെയിനും ഉണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെങ്ത് ഓഫ് സൈഡ് ചെയിൻ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു COOH ഗ്രൂപ്പ്. ഓക്കെ, ഇനി നോക്കുക, M പ്രൊഡക്റ്റ് കിട്ടി. എമ്മിന് നമ്മൾ NaOH ആൻഡ് CaO ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. NaOH ആൻഡ് CaO റിയാക്ഷൻ ഏതാ? സോഡ ലൈം ഡീകാർബോക്സിലേഷൻ. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഇവിടുന്ന് പോകും ആൻഡ് യു വിൽ ഗെറ്റ് ബെൻസീൻ ആസ് ദ N പ്രൊഡക്റ്റ്. N എന്ന് പറയുന്നത് ഇവിടെ ബെൻസീൻ ആയിരിക്കും. നോക്കുക, ബെൻസീനെ നമ്മൾ HNO3 H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് നത്തിങ് ബട്ട് നൈട്രേഷൻ അല്ലേ. അപ്പോൾ O എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നൈട്രോ ബെൻസീൻ ആയിരിക്കും. യു ഗെറ്റ് NO2 ഗ്രൂപ്പ് ഓൺ ബെൻസീൻ റിംഗ്. നൈട്രോ ബെൻസീനെ ടിൻ ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. NO2 ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്ത് എന്താക്കും അയാൾ? NH2 ആക്കും. യു ഗെറ്റ് അനിലിൻ ആസ് P പ്രൊഡക്റ്റ്. അനിലിനെ NaNO2 ആൻഡ് HCl at 0 ഡിഗ്രി ട്രീറ്റ് ചെയ്തു. നമുക്കറിയാം ഇത് ഡയസോണിയം സോൾട്ടിൻ്റെ ഫോർമേഷൻ അല്ലേ. സോ Q എന്ന് പറയുന്നത് ഡയസോണിയം സോൾട്ട് ആയിരിക്കും. യു ഗെറ്റ് N2Cl ഗ്രൂപ്പ് ഹിയർ. ആൻഡ് നമ്മൾ അതിനെ വാട്ടറുമായിട്ട് വാം ചെയ്യുന്നു. ഡയസോണിയം സോൾട്ടിനെ വാട്ടറുമായിട്ട് വാം ചെയ്ത് നമുക്ക് എന്താ ഉണ്ടാവുക? യു ഗെറ്റ് ഫീനോൾ ആസ് S. ഫീനോൾ ആയിരിക്കും നമ്മുടെ S എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാർ നമുക്ക് Q വന്നു S വന്നു, R എവിടെ? നോക്കുക, നമുക്ക് 2 റിയേജൻറ്റുകളെ പറ്റി ഇവിടെ എഴുതാനുണ്ട്, നമുക്കത് അവസാനം ചെയ്യാം. ദാറ്റ് വിൽ ബി R ഹിയർ. ഇനി നോക്കുക, ഫീനോളിനെ നമ്മൾ സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇറ്റ് വിൽ ബി ഫോമിങ് സോഡിയം ഫിനോക്സൈഡ്. സോഡിയം ഫിനോക്സൈഡ് ഫോം ചെയ്യുന്നു. സോഡിയം ഫിനോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോറോ ഈഥേനായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് Z കിട്ടുന്നു. സോ ഈ റിയാക്ഷൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വില്യംസൺസ് ഈതർ സിന്തസിസ്. നോക്കുക, ഈ വലിയ ന്യൂക്ലിയോഫൈൽ ക്ലോറിനെ റീപ്ലേസ് ചെയ്യുന്നു. സോ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? Z പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എത്തോക്സി ബെൻസീൻ ആയിരിക്കും നമ്മുടെ Z പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 റിയേജൻറ്റുകൾ കൂടെ നമുക്ക് എഴുതി നോക്കാം. സോ റിയേജൻറ്റ് 1ഉം റിയേജൻറ്റ് 2 എന്താണ്? സോ റിയേജൻറ്റ് 1 എന്ന് പറയുന്നത് നോക്കുക, നമുക്ക് ഡയസോണിയം സോൾട്ടിനെ നൈട്രോ ഗ്രൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ ഏത് റിയേജൻറ്റാണ് യൂസ് ചെയ്യുക? ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട റിയേജൻറ്റ് എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ HbF4 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് NaNO2 ട്രീറ്റ് ചെയ്യുക. യു ഗെറ്റ് നൈട്രോ ബെൻസീൻ. അതുപോലെ R2 എന്നുള്ള റിയേജൻറ്റ് ആരാന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. R2 റിയേജൻറ്റ് എന്തായിരിക്കും? നോക്കുക, നമുക്ക് പ്രൊപ്പെയിൻ നൈട്രയിലുണ്ട്, നമുക്കതിനെ ഈത്തൈൻ ആക്കണം. CN ഗ്രൂപ്പിനെ നമുക്ക് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഫസ്റ്റ് യു ഡു ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് ഈ CN ഗ്രൂപ്പ് എന്താവും? COOH ആവും. പിന്നെ ആകെ ആ COH ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ ഡീകാർബോക്സിലേഷൻ നടത്താം. സോ യു ക്യാൻ യൂസ് NaOH ആൻഡ് CaO ഹിയർ. അപ്പോൾ നമുക്ക്
CN ഗ്രൂപ്പ് COH ആയി COH കംപ്ലീറ്റ്ലി റിമൂവ് ആക്കി നമുക്ക് ഫൈനലി എന്തുണ്ടാവും ഈത്തൈൻ ആയിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ് വരിക. സോ നമ്മളിവിടെ എൻറ്റയർ ചെയിൻ A to Z നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെയെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും മാക്സിമം റിയാക്ഷൻസും നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ജസ്റ്റ് ദ പാർട്ട് 1. പാർട്ട് 2 ഓൺ ദ വേ ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സും നിങ്ങൾ ഈ ഒരു സെറ്റ് ഓഫ് റിയാക്ഷനിൽ കാണാത്ത റിയാക്ഷൻസും നമ്മൾ ആ ഒരു സീരീസ് പാർട്ട് 2ലും പാർട്ട് 3യിലും നമുക്ക് കാണാൻ പറ്റും. സോ ടിൽ ദെൻ ബൈ.